Hi dear viewers, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് ഡബ്ല്യു സിറ്റിംഗ്. ഈ ഡബ്ല്യു സിറ്റിംഗ് പ്രോപ്പർ സിറ്റിംഗ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെയാണ് അത് അങ്ങനെ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, കുട്ടികൾ ഡബ്ല്യു ഷേപ്പിൽ ഇരിക്കുന്നത്, അവരുടെ കാല് ബാക്കിലേക്ക് രണ്ട് സൈഡിലേക്കും ബാക്കിലേക്ക് ബെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനെയാണ് നമ്മൾ ഡബ്ല്യു സിറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ച് നേരം കളിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയോ അങ്ങനെ ഇരിക്കുന്നത് ഒരു തെറ്റല്ല. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ വല്ലാതെ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ കുട്ടി സെയിം പൊസിഷനിൽ ഇരുന്നിട്ടാണ് കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ലോങ് പീരീഡിൽ കുട്ടി അതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കോർ മസിൽസ് വീക്കുള്ള കുട്ടികളിലാണ് നമ്മൾ കൂടുതലായിട്ടും ഡബ്ല്യു സിറ്റിംഗ് കാണുന്നത്. ഇതിലൊരു വൈഡ് ബേസ്ഡ് സപ്പോർട്ടിലായതുകൊണ്ട് കുട്ടിക്ക് അധികം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാതെ തന്നെ ബോഡി അപ്രൈറ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി ചില കുട്ടികളിൽ എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ അനാട്ടമിക്കൽ ഡിഫറൻസ് കൊണ്ട്, ഇപ്പം ഫെമോറൽ ആൻറ്റിവേർഷൻ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കാനായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക. ആദ്യമൊക്കെ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഭയങ്കര കംഫർട്ട് പൊസിഷനായിട്ട് അവർക്ക് തോന്നിയിട്ട് അവരിങ്ങനെ ഇരിക്കും. ഈ ഇരിക്കുന്നത് മൂലം നമ്മുടെ മസിൽസിന് ടൈറ്റ്നസ് കൂടാനും അതിനോടനുബന്ധിച്ച് തന്നെ വേറെ പൊസിഷൻസിൽ ഇരിക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാനും തുടങ്ങും. ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കോർ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഡ് ബേസ്ഡ് സപ്പോർട്ട് ആയതുകൊണ്ട് അധികം കോർ മസിൽസിൻ്റെ ആക്ടിവേഷൻ അവിടെ നടക്കുന്നില്ല. അങ്ങനെ കോർ മസിൽസ് സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ട്രങ്ക് സ്റ്റേബിൾ അല്ലാത്ത കുട്ടികൾക്ക് ഷോൾഡർ, റിസ്റ്റ് എന്നീ ജോയിൻസ് ഒന്നും സ്റ്റേബിൾ ആയിരിക്കില്ല. അത് അവരുടെ ഫൈൻ മോട്ടാർ സ്കിൽസിനെ, ഡെവലപ്മെൻറ്റ്സിനെ എല്ലാം ബാധിക്കും. ഇപ്പം നമ്മൾ ഇരുന്ന് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്രങ്ക് റൊട്ടേഷനെ കുറിച്ചിട്ട്. ട്രങ്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഷിഫ്റ്റിംഗ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ കുട്ടിക്ക് വെയിറ്റ് ഷിഫ്റ്റിംഗ് ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഈ ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വെയിറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക്, ബോഡിയുടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്ക് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരുന്നു. അതുമൂലം തന്നെ ഈ ട്രങ്ക് റൊട്ടേഷനൊക്കെ ചെയ്യുമ്പോൾ ഈ വെയിറ്റ് ഷിഫ്റ്റ് നടക്കില്ല, ട്രങ്ക് റൊട്ടേഷനും കുറഞ്ഞു വരും. ട്രങ്ക് റൊട്ടേഷൻ കുറയുന്നത് മൂലം നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിലുള്ള കോർഡിനേഷനെ ബാധിക്കുകയും ചെയ്യും. അത് ബൈലാറ്ററൽ കോർഡിനേഷൻസിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ബൈലാറ്ററൽ കോർഡിനേഷൻ ഞാൻ കുറേ വീഡിയോസിൽ അതിൻ്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. റൈറ്റിംഗ്, റീഡിങ് എന്നീ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈലാറ്ററൽ കോർഡിനേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ബൈലാറ്ററൽ കോർഡിനേഷനെ ഇത് എഫക്റ്റ് ചെയ്യും. ഡബ്ല്യു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഹിപ്പിനും നീക്കും സ്ട്രെസ് അനുഭവപ്പെടുകയും ഇത് ലോങ് ടേം പോസ്ചറൽ പ്രോബ്ലംസ് ഉണ്ടാവാനും അതേപോലെ തന്നെ ലോ ബാക്ക് പെയിൻ ഉണ്ടാവാനും കാരണമാകുന്നു. അപ്പം ഒത്തിരി നേരം നമ്മുടെ കുട്ടികൾ ഈ ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കുകയാണ്, വൈഡ് ബേസ്ഡ് സിറ്റിങ്ങിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗെയ്റ്റിനെ അത് ബാധിക്കും. അവരുടെ മസിൽസ് ടൈറ്റൺ ആകും, ഷോർട്ടൺ ആകും. ഇതുമൂലം അവരുടെ ഗെയ്റ്റ് പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും. പിജിയൻ ടോഡ് വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും കുഞ്ഞുങ്ങൾ. അവരുടെ ഗ്രോസ് മോട്ടാർസ് എന്ന് പറയുമ്പോൾ ജമ്പിങ്, ക്ലൈംബിങ്, റൈഡിങ് എ സൈക്കിൾ, അങ്ങനെയുള്ള കുറച്ച് ഗ്രോസ് മോട്ടാർ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ഡബ്ല്യു സിറ്റിംഗ് പൊസിഷൻ നമുക്ക് എന്തൊക്കെയാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ. ഇപ്പം എന്തെങ്കിലും ഹിപ്പിന് ചെറിയ പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അവരുടെ ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഹിപ്പിനും ജോയിൻറ്റിനും സ്ട്രെയിൻ കൂടിയിട്ട് ഹിപ്പ് ഡിസ്ലൊക്കേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പുവർ ട്രങ്ക് ആൻഡ് കോർ സ്ട്രെങ്ത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യം. ഒരുപാട് നേരം നമ്മൾ ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ അവരുടെ ട്രങ്കിന് അല്ലെങ്കിൽ കോർ മസിൽസിന് സ്ട്രെങ്ത്തിൻ്റെ ആവശ്യം അധികം ഇല്ല, അവരത് യൂസ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ആക്ഷൻ കുറഞ്ഞു വരുമ്പോൾ സ്ട്രെങ്ത്തും കുറഞ്ഞു വരും മസിൽസിൻ്റെ. അപ്പം ട്രങ്ക് കോർ മസിൽസിൻ്റെ ആവശ്യകത വളരെ കുറവാണ് ഇരിക്കാനായിട്ട് ഡബ്ല്യു സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രോസിംഗ് ദി മിഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട്. അത് തന്നെയാണ് ഇവിടെയും. ഞാൻ നേരത്തെ പറഞ്ഞു ട്രങ്ക് റൊട്ടേഷന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ ഡബ്ല്യു സിറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ കുട്ടിക്ക് അപ്പർ ബോഡി ഏത് സൈഡിലേക്കാണോ ടേൺ ചെയ്യേണ്ടത് ആ സൈഡിലേക്ക് ടേൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും.
അതുപോലെ തന്നെ ഇൻക്രീസ്ഡ് മസിൽ ടൈറ്റ്നസ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ 1 by 1 ആയിട്ട് പറയുന്നത്. അപ്പം ടൈറ്റ്നസ് കൂടാനായിട്ടും ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു ഹൈപ്പർട്ടോണിയ ഉള്ള കുട്ടിയാണ്, മസിൽ ടൈറ്റ്നസ് കുറച്ച് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഡബ്ല്യു സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവരുടെ മസിൽസ് ഷോർട്ടൺ ആവാനും ടൈറ്റൻ ആവാനും, ഹിപ്പ്, നീ, ആങ്കിൾ എന്നീ ഭാഗങ്ങളിലുള്ള മസിൽസ് ടൈറ്റൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ഡബ്ല്യു സിറ്റിംഗ് പൊസിഷൻ മാറ്റാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് അടുത്തതായിട്ട് നോക്കാം. നമ്മുടെ കുട്ടി ഡബ്ല്യു സിറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഇരിക്കരുത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് തറയിൽ ഇരിക്കുന്നത് മാത്രമല്ലാതെ അവർക്ക് ചെറിയ സ്റ്റൂളോ കാര്യങ്ങളോ ഓഫർ ചെയ്യുക. അങ്ങനെ നമ്മൾ സ്റ്റൂളിലെല്ലാം ഇരുത്താനായിട്ട് ട്രൈ ചെയ്യുക. അതേപോലെ നമ്മൾ ഈ ഡബ്ല്യു സിറ്റിംഗ് പൊസിഷൻ ഇരിക്കുമ്പോൾ ഡിസ്കറേജ് ചെയ്തിട്ട് മറ്റുള്ള സിറ്റിംഗ് പൊസിഷൻസ് കുട്ടികളിൽ എൻകറേജ് ചെയ്ത് കൊണ്ടുവരിക. അപ്പം അത് ഏതൊക്കെ പൊസിഷൻസ് ആണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ പിക്ചറും ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഏതൊക്കെ പൊസിഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ലെഗ്ഡ് പൊസിഷൻ, നമ്മൾ കാല് രണ്ടും ക്രോസ് ചെയ്തിട്ട് ചമ്രം പടിഞ്ഞിരിക്കുക എന്നൊക്കെ പറയും. അപ്പം ആ ഒരു പൊസിഷനിൽ കുട്ടികളെ കൂടുതലായിട്ട് ഇരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കാല് നീട്ടി വെച്ചിട്ട്, കാല് ഫ്രണ്ടിലോട്ട് നീട്ടി വെച്ചിട്ടും ഇരിക്കാനായിട്ട് പറയാം. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് രണ്ട് കാലും ഒരു സൈഡ് സെയിം സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ട് ഇരിക്കുക. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ടിരിക്കാം. അതേപോലെ തന്നെ റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് ചെരിച്ച് വെച്ചിട്ട് കുട്ടികളെ ഇരുത്താനായിട്ട് നോക്കാം. അതേപോലെ തന്നെ നീലിങ്, നമ്മൾ മുട്ട് മടക്കിയിട്ട് മുട്ടിൻ്റെ മുകളിൽ ഇരിക്കുന്ന പോലെ ഈ ഒരു പൊസിഷൻസൊക്കെ നമുക്ക് കുട്ടികളിൽ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റൂള് വെച്ചിട്ട് കുട്ടികളെ ഇരുത്താനായിട്ട് നോക്കുക. ഇത് ഒരു 4 to 6 ഏജുള്ള കുട്ടികളിൽ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു സിറ്റിംഗ് പൊസിഷനാണ്. പോകെ പോകെ കുട്ടി അത് സ്വയം ചേഞ്ച് ചെയ്ത് വരേണ്ട ഒരു പൊസിഷനാണ്. ഇനി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഡബ്ല്യു സിറ്റിംഗ് പൊസിഷൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മോഡലിങ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നതിലൂടെ, വെർബൽ ക്യൂസിലൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ എല്ലാം കുട്ടിയുടെ ഈ ഒരു പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന അപ്കമിങ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ വരുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.